ഇന്ന് രാവിലെ തന്നെ അടുക്കളയിൽ കയറിയതും ഞാൻ ആദ്യം ചെയ്തത് തേങ്ങയൊക്കെ ചിരകിയിട്ട് തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് അരച്ച് വെച്ചു കേട്ടോ. എപ്പോഴാണ് കറണ്ട് പോകാമെന്നറിയില്ല. 6 മണി ടു 7 മണി അതിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും കറണ്ട് പോകും. നൈനുനാണെങ്കിൽ 7:10 ബസ് വരും കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. ഈ മുട്ടക്കറി ഞാൻ തേങ്ങ വറുത്ത് അരച്ചിട്ടൊക്കെയാണ് വെക്കണത്. ഈ മുട്ടക്കറിയിൽ ഞാൻ പൊട്ടറ്റോ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ പൊട്ടറ്റോ എഗ്ഗ് കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ അപ്പം ഉണ്ടാക്കിയത് അടിപൊളി അപ്പമല്ലേ ഉണ്ടാക്കിയത്, തേങ്ങ ചേർക്കാതെ അരച്ച മാവിലാണ് കേട്ടോ. തേങ്ങയ്ക്ക് വേറെ ഞാൻ അവലാട്ടോ ചേർത്തത്. അടിപൊളി ടേസ്റ്റാണ്. ഈ തേങ്ങയ്ക്ക് റേറ്റ് കൂടുതലായാലും ഒന്നും കുഴപ്പമില്ല. തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് അപ്പം ഉണ്ടാക്കി തിന്നാം. അതിൻ്റെ ഇടയിലാണ് ഇവിടെ പാൽ വരുന്നത്. സമയമില്ലാത്ത സമയത്ത് ഈ പാലിന് വരാൻ കണ്ട സമയം എപ്പോഴും അതെ തണുത്ത് വരച്ചിട്ടും പോവുകയും വേണം. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നൈനുവിനെ വിളിച്ചു. നൈഹു ഇപ്പോൾ കുളിക്കലൊന്നുമില്ല കേട്ടോ. തണുപ്പായതുകൊണ്ട് കാലും കൈയും കഴുകിയിട്ട് അങ്ങോട്ട് പോവും. സ്കൂളിൽ നിന്ന് തിരിച്ച് വന്നിട്ടാട്ടോ അവർ കുളിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ നൈഹുവിനെ കൊണ്ടുവിട്ടു സ്കൂളിലേക്ക്. നൈഹുവിനെ കൊണ്ടുവിട്ട് വരണ വഴിക്ക് ഞാൻ ക്യാൻറ്റീനിലൊന്ന് കയറി കേട്ടോ. ക്യാൻറ്റീനിൽ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനമൊക്കെ മേടിച്ച് വന്നു. പിന്നെ എൻ്റെ ഈ ചട്ടി കരിഞ്ഞു പോയിട്ടോ. എന്താ ചെയ്യുക, അത് ഉരച്ചിട്ടൊന്നും പോകണില്ല. ഇത് കളയാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ലഞ്ച് ഉണ്ടാക്കാനുള്ള സമയമായി. നല്ല സമയം പോയി. നൈഹുവിനെ വിളിക്കാൻ പോകേണ്ട സമയമായിട്ടോ. ഞാനിങ്ങനെ ഫോൺ നോക്കി ഇരുന്നിട്ട് സമയം പോയി തരണില്ല. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് വെജിറ്റബിൾ തീയലാണ് കേട്ടോ. ഫ്രിഡ്ജിൽ ഒറ്റയ്ക്ക് ഇരുന്ന കുറേ പച്ചക്കറികളൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു തീയൽ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടോ. അപ്പോഴേക്കും നൈഹുവിനെ വിളിക്കാൻ പോകുന്ന ടൈമായി. പോയി വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ എണ്ണയൊക്കെ ചേർത്തതിൽ കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു മെഴുക്ക് വരട്ടി വെക്കേണ്ട വിചാരിച്ച് വെണ്ടയ്ക്ക ഉപ്പേരി വെച്ചു. പിന്നെ വൈകുന്നേരമായപ്പോൾ ഒന്നുകൂടി നമ്മൾ അപ്പത്തിന് മാവ് അരച്ച് വെച്ചു കേട്ടോ. ഈ തണുപ്പ് കാലത്ത് ഒന്നെങ്കിൽ അപ്പം, ദോശ, ഇഡ്ഡലി അതാകുമ്പോൾ കുറച്ച് പണി എളുപ്പമുണ്ട്. എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. എനിക്ക് രാവിലെ തണുപ്പായാൽ ഒന്നും പറയാൻ വേണ്ട. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ശരി.